ഈ സമയത്ത് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട CH ഇബ്രാഹിം കുട്ടി അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഇസ്മായിൽ സുനിൽ കുമാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ജില്ലയിലുള്ള എല്ലാവർക്കും വേണ്ടി അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇന്നിവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല. അത് വളരെ വിശദമായി തന്നെ നസീർ മാഷ് പറയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു സൂചന മാത്രം പറയാം. നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രക്ഷിതാക്കള് മുമ്പൊക്കെ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ പാർപ്പിടം ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മുൻഗണനയിൽ എടുക്കാറും അതിനുവേണ്ടിയാണ് സാധാരണ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ ഇന്ന് അതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം ആയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഈ 3 അതിപ്രധാനമായ കാര്യങ്ങൾക്കും കുറേയേറെ പരിഹാരമായപ്പോൾ ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ള മുഖ്യമായ ഒരു പ്രശ്നം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെയല്ല. അവര് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ രക്ഷിതാക്കള് വളരെ വിജിലന്റ് ആയിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പഠിപ്പിക്കുവാനും അവരുടെ പഠിച്ച പാഠങ്ങൾ എത്രത്തോളം അവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും അവരുടെ ക്ലാസ്സിലെ നിലവാരങ്ങളെ പറ്റിയൊക്കെ ടീച്ചർമാരെയും മറ്റുമൊക്കെ കണ്ട് സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ്. കാരണം നമ്മുടെയൊക്കെ പിതാക്കന്മാർക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഭക്ഷണം, വസ്ത്രം ആ കാര്യങ്ങളിലേക്കായിരുന്നു അവരുടെ കൂടുതൽ ശ്രദ്ധ. കാരണം അന്ന് അത്രയും പ്രയാസം, ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന കാലമായിരുന്നു. ഇന്ന് അതിനൊക്കെ ഒരു പരിഹാരമായപ്പോൾ ഇപ്പോൾ ഇതാണ്. അപ്പൊ നമ്മുടെ മക്കളെ എന്തായിരുന്നാലും വളരെ നല്ല രൂപത്തിൽ നമുക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ കാൽവെപ്പാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട CH ഇബ്രാഹിം കുട്ടി സാഹിബിന്റെയും നസീർ സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു വിപ്ലവമായ ഒരു മുന്നേറ്റമാക്കി മാറ്റണം. അതിന് സർവശക്തൻ തുണയ്ക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സർവാത്മനായുള്ള പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങളത് ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തിനുണ്ട് എങ്കിൽ അതിനുള്ള എല്ലാവിധ പിന്തുണയും ഈ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. കാരണം നമ്മുടെ നാട്, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിലേക്ക് ഉയർന്നു വരുവാൻ, രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന വിധത്തിലേക്ക് ഉയർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നസീർ സാഹിബിനെ മാഷ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഈ പദ്ധതി വിശദീകരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നസീർ മാഷ അവരുടെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. അദ്ദേഹം ദീർഘദർശനം ചെയ്തത് നമ്മുടെ കുട്ടികൾ എവിടെ ആയിക്കോട്ടെ, എത്ര ദൂരെ ആയിക്കോട്ടെ, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരണം എന്നുള്ള അത്യധികമായ ആഗ്രഹമാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതിന്റെ മാക്സിമം നിങ്ങൾ എത്തണം. ഇത് പറയാൻ, ഇതെല്ലാവരുടെയും സാന്നിധ്യത്തിൽ പറഞ്ഞ് ഒരു പുതിയ ഊർജം നിങ്ങളിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പറയുന്നത് CH നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ട് കാണും, അസറ്റ് പേരാമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പേരാമ്പ്രയിലെ USS കിട്ടിയ 600ഓളം കുട്ടികളിൽ നിന്ന് 100 കുട്ടികളെ സെലക്ട് ചെയ്ത എല്ലാ കൊല്ലവും വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികൾ, പരിശീലനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു ടാലന്റ് മീറ്റ് നടന്നു. 1200 കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. LSS, USS, +1, +2 ഫുൾ A+, SSLC ഫുൾ A+ എന്ന് തുടങ്ങി 1200ഓളം കുട്ടികൾ പേരാമ്പ്രയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒന്നിച്ചു ചേരുകയും ഒരേ വേദിയിൽ നിന്ന് അവർക്ക് GS പ്രദീപിന്റെ സാന്നിധ്യത്തിൽ മെമന്റോകളും പ്രോത്സാഹനവും നൽകുകയുണ്ടായി. അതുപോലെ തന്നെ പേരാമ്പ്ര മേഖലയിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഒരുപാട് കോളനികൾ കാണാൻ, ഇതുപോലെയല്ല
വളരെ പ്രയാസമുള്ള കോളനികളാണ്. 180-ലധികം കോളനികൾ. ആ കോളനികൾ കേന്ദ്രീകരിച്ച് നമ്മൾ ആരോഗ്യരംഗത്ത് അവരുടെ ആരോഗ്യം, കോവിഡിന് ശേഷമുള്ള ആരോഗ്യം പരിശോധിക്കാനും അതിന്റെ പരിഹാരത്തിനുമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മളിപ്പം അവിടെയൊക്കെ വായന പ്രോത്സാഹിപ്പിക്കാൻ ജീവനം, നവജീവനം എന്ന പേരിൽ ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോ ഒരു 3-4 വീടുകളുടെ പരിപാടിയിലാണ് ഞങ്ങളുള്ളത്. അത് കഴിഞ്ഞ് ഒരു കോളനി നവീകരിക്കാനുള്ള പദ്ധതിക്കും രൂപം നൽകിയിരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ ഇവിടെ വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പേരാമ്പ്രയായാലും കോഴിക്കോടായാലും മനുഷ്യരുടെ ദുരിതത്തിന് ഒരേ നിറമാണ്, ഒരേ ഭാവമാണ്. ലോകത്തെവിടെയും മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരേപോലെയുള്ളതാണ്. എവിടെയാണോ പ്രയാസമുള്ളത്, എവിടെയാണോ നമ്മുടെ സഹായം ആവശ്യമുള്ളത്, അവിടെ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ സമയാസമയങ്ങളിൽ നൽകുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അതിനായി തന്നെ ഞങ്ങളുടെ ഇടയിൽ ടി സലീം അക്കാദമിക് കോർഡിനേറ്ററായ ഒരു വിംഗ് ഞങ്ങളോടൊപ്പം ഉണ്ട്. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഉപദേശക സമിതി ചെയർമാനായി ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത വ്യക്തിത്വങ്ങൾ നമുക്കൊപ്പമുണ്ട്. അവരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളോടെ ഈ കൂടിയവരിൽ നിന്നും 25 വിദ്യാർത്ഥികളാണ് ഇപ്പൊ വിദ്യാർത്ഥികളായിട്ട് ഈ വില്ലേജിലുള്ളത്. അവരെ നക്ഷത്ര തിളക്കമുള്ള സാന്നിധ്യങ്ങളാക്കി നാളെ നമുക്ക് രൂപപ്പെടുത്തണം. അതിനെന്താണോ നമുക്ക് ചെയ്യേണ്ടത്, അതിന് നമുക്ക് കൈകോർക്കണം. ബഹുമാനപ്പെട്ട വയനാടിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധൈഷണിക രംഗത്ത് തന്നെ കനത്ത സംഭാവനകൾ നൽകുന്ന ഇസ്മായിൽ സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ വിസ്മയങ്ങൾ, ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. തുടക്കം എന്ന നിലക്ക് ഞങ്ങൾ കുറച്ച് സ്കോളർഷിപ്പാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ജോലി കിട്ടി കാണുന്നത് വരെ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ജയ്. ഈ പദ്ധതി ഇവിടെ വിശദീകരിച്ച നസീർ നച്ചാട് മാഷാണ് സത്യത്തില് ഇങ്ങനെ ഒരു കോളനി ഇവിടെ രൂപപ്പെടുത്താൻ വേണ്ടി ഇവിടെ കൃത്യമായ കോർഡിനേഷൻ നടത്തിയത്. ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് അസറ്റിന് വേണ്ടിയും അല്ലാതെയൊക്കെ നസീർ മാഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉജ്ജ്വല വാഗ്മിയും എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായ നമ്മുടെ വയനാടിന്റെ അഭിമാനമായ യുവതയുടെ നായകൻ ഇസ്മായിൽ വയനാട് സാഹിബ് നമ്മുടെ വിശിഷ്ട ഇവിടെ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ നിങ്ങളുടെ വാർഡ് മെമ്പർ, നമ്മുടെയൊക്കെ ഏറെ പ്രിയങ്കരനായ, ഒരു വാർഡിൽ എന്തൊക്കെയാണ് പ്രവർത്തനം ചെയ്യാൻ പറ്റുക എന്നതിന് കൃത്യമായ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സുനിൽകുമാർജി, അലീക്ക, ഷംസുക്ക, അതുപോലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകളുമായി എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഒരാൾ മറ്റൊരാൾക്ക് താങ്ങും തണലുമായി നിന്നാൽ അത്ഭുതങ്ങൾ നടത്താൻ കഴിയും എന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ കോളനി. ഇത് ഒരു പ്രളയകാലത്ത് എല്ലാ സ്വപ്നങ്ങളും ഒഴിച്ചു പോകുമായിരുന്ന ഒരു കൂട്ടം, ഒരു 20 കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് ഇവിടെ ഞങ്ങളന്ന് വന്നപ്പോൾ ശരിക്കും മാഷ് പറഞ്ഞതുപോലെ ഒരു 3 ഗ്രൂപ്പുകൾ വന്നു ഒന്നിച്ചു നിന്നപ്പോൾ ഉണ്ടായതാണ് ഈ വിസ്മയം, ഈ കാണുന്ന കോളനി. അപ്പൊ ഇത് കോഴിക്കോടെയും പേരാമ്പ്രയിലെയും അതുപോലെ തന്നെ കാസർഗോഡെയും 3 ടീമുകൾ ഒരുമിച്ച് നിന്നതിന്റെ ഫലമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. നമ്മുടെ പ്രളയത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു സ്മാരകം കൂടിയാണ് ഈ കോളനി. ഇവിടെ എല്ലാ ആളുകളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഒറ്റ കുടുംബം പോലെ കഴിയുന്നു എന്നതാണ് ഈ കോളനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നസീർ മാഷ് നെൽസൺ മണ്ടേലയെ ഉദ്ധരിച്ചതുപോലെ ഒരു സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതെന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ആ നാടിനെ. ഇപ്പം എന്റെ മുന്നിലിരിക്കുന്ന ഈ മക്കളൊക്കെ, ഞാൻ സാധാരണഗതിയിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൊക്കെ ഞങ്ങളൊക്കെ സംസാരിക്കാറ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം സിദ്ധിച്ച തലമുറയുടെ കുട്ടികളാണ് നിങ്ങളെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ?
ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിക്കും കൃത്യമായി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള മുഴുവൻ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലെ കുട്ടികളൊക്കെ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ള കുടുംബത്തിലെ കുട്ടികളാണ് എന്ന അർത്ഥത്തിലല്ല. അതില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എന്നിട്ടും ഭാഗ്യം സിദ്ധിച്ച തലമുറയിലെ കുട്ടികൾ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലുള്ള കുട്ടികൾ എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇപ്പൊ ലോകം മുഴുവൻ നിങ്ങളൊരു വിരൽത്തുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള കുട്ടികളാണ്. ആ ഡിപ്ലോമകളൊക്കെ ഒരു കൊല്ലത്തേക്ക് വേണം 10-25 എടുത്തത്. അത് മിഷൻ ഗൺ, അതുപോലെ തുടങ്ങിയുള്ള അമേരിക്കയിലൊക്കെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ കൂടി ചെയ്യുന്ന അതിനൊന്നും ചാർജോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് കോഴ്സുകൾ അവരൊക്കെ നടത്തുന്നുണ്ട്. ഒരുപാട് ആപ്പുകളുണ്ട്. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ നമ്മളെ മക്കളോടൊക്കെ ഇനി നമ്മൾ ഈ കൺസർവേറ്റീവായിട്ട് പരമ്പരാഗത രീതിയിൽ വന്ന വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് അവർക്കിനി നാളത്തെ ലോകത്തെ പറ്റി തന്നെ കൃത്യമായിട്ട് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ചെറിയ മക്കളെ ഇരുത്തിയിട്ട് എങ്ങനെയാണ് ഈ ഒരു സാധനം സംസാരിക്കുന്നതെന്ന് തോന്നരുത്. കാരണം ഇപ്പം ഈ വർഷം തൊട്ടിട്ട് ഞാൻ ഒരിക്കലും ലോക സഭ മെമ്പറായ സമയത്ത് അപ്പൊ അന്നേരം ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ നാട്ടില് കരിക്കുലത്തിന്റെ ഭാഗമായി മാറേണ്ടതിനെ പറ്റിയിട്ട് ഞാനൊരു നമ്മുടെ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഈ വർഷം തൊട്ട് 1ാം ക്ലാസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠ്യപദ്ധതിയിൽ വരാൻ പോവാന്നാണ്. അപ്പൊ ഈ അടുത്ത വർഷം തൊട്ട് മക്കളൊക്കെ അറിയേണ്ട ഒരു സബ്ജക്റ്റാണ്, അവർ സ്കൂളിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ലോകത്ത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ലോകത്ത് എവിടെ പോയാലും ഇപ്പം എനിക്ക് പോർച്ചുഗീസില് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എനിക്കൊരു 15 മിനിറ്റ് എനിക്കൊരു അവരോട് ഒരു ഇന്ററാക്ട് ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പൊ അവരൊരു ഇന്ത്യൻ ഒറിജിൻ ഉള്ളത് കൊണ്ട് അവരെന്നോട് ഇന്ത്യന്റെ ഏത് ഭാഗത്താന്ന് ചോദിച്ചപ്പോ ഞാൻ കേരളത്തിലാന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിൽ അവിടെ മലയാളി കുട്ടികൾക്ക് പോർച്ചുഗീസിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ മലയാളിക്ക് എന്താ പ്രത്യേകത എന്ന് അയാളോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അതൊരു ഡിപ്ലോമാറ്റിക് ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഈ സാധനം ഇട്ടുണ്ടായിരുന്നു, അന്നത്തെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ. ഞാൻ നാട്ടിൽ വന്നിട്ട് അതിന് റിസർച്ച് ബുദ്ധി അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് അത് അവരെ നാഷണൽ ആന്തത്തില് പോർച്ചുഗീസ് നാഷണൽ ആന്തത്തില് 20ാം കാണ്ഡത്തിൽ കോഴിക്കോട് കേരളമൊക്കെ പറയുന്നുണ്ട്. ഒരു ചരിത്രപരമായ കാരണങ്ങളാലുള്ള ഇതുകൊണ്ടാണ് അവർ സ്കോളർഷിപ്പ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മിടുക്കരാണെങ്കിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും സ്കോളർഷിപ്പ് ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങളിപ്പോ നല്ല മിടുമിടുക്കരാണെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. ഇനിയുള്ള കാലത്ത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകളൊന്നും നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ എന്താണ് ഇപ്പം ചെയ്യുന്നത്? അപ്പൊ ആ സമയത്തൊക്കെ ഇനി നിലനിൽക്കണമെങ്കിൽ എന്താന്ന് പറഞ്ഞാല് നല്ല മിടുമിടുക്കരായിട്ട് നിങ്ങൾ മാറണം. അപ്പൊ ആ മിടുമിടുക്കരാകുക എന്നുള്ളതാണ് ഇത്. അപ്പൊ ഞാനിപ്പം ഈ കുട്ടികളൊക്കെ നിങ്ങൾ LSS ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങി. ഇവിടെയുള്ള 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികള് LSSന് പ്രിപ്പയർ ആക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ LSSന് പ്രിപ്പയർ ആക്കാൻ ശ്രമിക്കുക. അതിനെന്താണോ വേണ്ടത്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഇനി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സോ കാര്യങ്ങളോ വെച്ച് ട്രെയിനിങ് എല്ലാം കൊടുക്കണമെങ്കിൽ അതുപോലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അത് ചെയ്തു തരാം. അതേപോലെ തന്നെ USSന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ, NMMSന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ, ഇതിൽ തന്നെ 2 കുട്ടികള് മറ്റേ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, BSc സൈക്കോളജിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഈ സൈക്കോളജിക്കൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ സിവിൽ സർവീസിനൊക്കെ പോകാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ സിവിൽ സർവീസിനൊക്കെ ക്വാളിഫൈഡ് കുട്ടികളൊക്കെ സൈക്കോളജിക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പൊ അവർ 2 ദിവസം ഇരുന്ന് അവരോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിലൊക്കെ കുട്ടികൾ തിരിച്ചുവിടാൻ പറ്റും. നമ്മൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എന്റെ പേരാമ്പ്രയുടെ ഒരു സ്വപ്നം നിങ്ങളോട് പറയാൻ കാരണം നമുക്ക് ഇന്ന് തൊട്ട് ഇവിടെ ഒരു സ്വപ്നം കാണണം. അത് തന്നെയാവണം ഇന്നത്തെ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം. നമുക്ക് ഇവിടുന്ന് ഒരു കുട്ടി എങ്കിലും ലോകത്ത് മാതൃകയായിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടാവണം. ഈ വില്ലേജിൽ നിന്ന് ഒരു ലോകത്ത് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഞങ്ങളൊക്കെ പറയുന്നത് ഇവർ മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ് ഇങ്ങനെ ഒന്നിനും വേണ്ട. ആ കുട്ടിക്ക് എന്താണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള വിഷയത്തിൽ ലോകത്തോളം ഉയർത്താനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പാട്ട് പാടാനായിരിക്കും, ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാനായിരിക്കും, മറ്റുള്ള വേറെ എന്തെങ്കിലും മേഖലയിലായിരിക്കും. ഇന്ന മേഖലയിൽ നിന്നൊന്നുമില്ല, ആ ഏരിയയിൽ ആ കുട്ടീനെ ലോകത്തോളം ഉയർത്താനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിന് കുട്ടികൾക്ക് എന്താണ് അവർ അഭിരുചി എന്ന് നേരത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ
സാഹചര്യങ്ങളും ഇപ്പൊ ഉണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ നമ്മളെ ഫുൾ ടീമുണ്ട്. അവരെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഇങ്ങനെ അല്ലാതെ ഒരു ദിവസം കൃത്യമായിട്ട് കണ്ട് 1 to 1 കുട്ടികൾക്കുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെയൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഇന്ന് വെച്ചെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിച്ച് പോകാനാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ കോളനിയിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്വപ്നം കാണണം. ഈ കോളനിയിൽ നിന്ന് നാളെ ഒരുപാട് വിദൂരമല്ലാതെ ഈ കോളിൽ നിന്നൊരു കുട്ടിയെങ്കിലും ഒരു നോബൽ സമ്മാനം ചെയ്താവുക. ലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരോ പ്രതിഭകളൊക്കെ ആകുന്ന ഒരു കോളിനെ നമുക്ക് ഈ കോളനിയിലെ മാറ്റണം. എന്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ കോളനിയിൽ മുഴുവൻ ആൾക്കാരുണ്ട്. അവർ ഞങ്ങളെ പോലെയുള്ള ആരോട് പറഞ്ഞാലും ആ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ സാമ്പത്തികമായി പിന്നോക്കമുള്ളത് കൊണ്ട് ഒരു കുട്ടി പോലും അവന്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ടീമിലുള്ള മുഴുവൻ ആൾക്കാരും. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾക്ക് അവിടെ ഒരു സിൽവർ അസസ്മെന്റ് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൊക്കെ ഞങ്ങളിപ്പം കുറെ കുട്ടികളുടെ 120-120ഓളം കുട്ടികളെ ഓരോ വർഷവും അതിൽ ഞങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാക്കിയിട്ട് വേണമെങ്കിൽ ഇവിടെയുള്ള കുട്ടികളെ നമുക്ക് മാറ്റാം. പക്ഷെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഏറ്റവും മിടുമിടുക്കരാന്ന് അവർ പ്രൂവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ ഒരിക്കലും പഠിക്കാതിരിക്കില്ല. അവർക്ക് പിന്നെ ലോകത്ത് തന്നെ എവിടെ പോകാന്നുണ്ടെങ്കിലും അങ്ങനെ പഠിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതില് രക്ഷിതാക്കളിൽ ആർക്കെങ്കിലും എന്റെ മക്കൾ ലോകത്തോളം ഉയരണ്ടെന്ന് ആഗ്രഹമുള്ള ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു 10 വയസ്സ് ആയുസ് വരെ കൂട്ടിക്കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. കാരണം ഒരു ഉപ്പ ഉമ്മയും എന്താ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും എന്താ ചിന്തിക്കുക, എന്റെ മക്കള് ലോകത്ത് 1ാം നമ്പർ ആവണം എന്നാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി മാറിയാല് പിന്നെന്താന്ന് പറഞ്ഞാൽ അച്ഛനമ്മക്കൊന്നും ഒരു അസുഖവും വരില്ല. അവർക്ക് സന്തോഷം കൊണ്ട് ഒരു ആയുസ്സൊക്കെ ഒരുപാട് സമയം ഒരു രോഗമില്ലാത്ത അവസ്ഥയിൽ അവർ ജീവിക്കും. അപ്പൊ നമ്മൾക്കൊരു മക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അമ്മയോടും അച്ഛനോട് സ്നേഹമില്ലാത്ത ആരുമില്ലല്ലോ, എല്ലാവർക്കും സ്നേഹമില്ലേ? അപ്പൊ അമ്മയോടും അച്ഛനോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണെന്ന് നിങ്ങൾ നല്ല മിടുമിടുക്കരാവണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സുകൾ നമ്മളെ ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനർമാരും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നല്ലൊരു മകനാവുക അല്ലെങ്കിൽ മകളാവുക എന്നുള്ളത് ചെയ്താൽ മതി. ഇപ്പോൾ ഓക്കെ, നല്ലൊരു മകനും മകളും ആയാൽ അച്ഛന്റെ സ്വപ്നങ്ങളോട് നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 7 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ 8 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണമെങ്കിൽ ബാക്കി 9 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 1 മണിക്കൂർ വേണമെങ്കിൽ ഫാമിലി ടൈം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെ കുറച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ട രീതികള് കാര്യങ്ങൾ ഇതൊക്കെ ഇത് ചെയ്യാം. ഇതേപോലെ തന്നെ ആരെ എന്ത് സംസാരം കേട്ടാലും ഇപ്പൊ സ്കൂൾ ടീച്ചേഴ്സ് സംസാരിച്ചാൽ ഇപ്പൊ ഇസ്മായിൽ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് പ്രഭാഷണം നടത്തുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊരു വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായ റിവ്യൂ എഴുതി വെക്കുക എന്നും. ഓക്കെ, ആ റിവ്യൂ എടുത്തു നോക്കും. പിന്നെ എപ്പോഴും എടുത്തു നോക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. പിന്നെ കൃത്യമായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ലോകത്ത് ഇനി അങ്ങോട്ട് വരുന്നത് ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ്, ഞാൻ ഈ കോവിഡ് കാലത്ത് ഒരുപാട് ക്ലാസ് ഓൺലൈനിൽ കൊടുത്തൊരു വ്യക്തിയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു 260ഓളം ക്ലാസ് കുട്ടികൾക്ക് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ പേരാമ്പ്രയുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാ പ്രതിഭകളും അതിൽ വന്നിട്ടുണ്ട്. UK US ഖത്തർ എന്നൊക്കെയുള്ള ഒരുപാട് ആളുകൾ. അതിൽ വന്ന ഒരാളെ പേര് ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, നേരത്തെ ഇപ്പൊ സൗദിയിലുള്ള ഒരാളുണ്ട് അവിടെ. അപ്പൊ ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഖത്തർ എന്ന് പറഞ്ഞ ഒരു രാജ്യം, നിങ്ങളിപ്പോ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഖത്തറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഖത്തർ അറിയാലോ. ഇപ്പൊ ലോകത്ത് ഇപ്പം വലിയൊരു വിസ്മയമായിട്ട് നിൽക്കുകയാണ് ഖത്തർ. ആ ഖത്തർ ചെറിയ നമ്മളെ പോലെ അല്ല, ഒരു സാധാരണ ഗൾഫിൽ നിന്ന് ചെറിയൊരു രാജ്യമായിരുന്നു. ആ രാജ്യം മാറിയത് ഇവിടെ ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ വന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വന്നൊരു വിപ്ലവം. അത് കൊണ്ടുവന്ന ആളെ പേര് ഡോക്ടർ സൈഫ് അൽ ഹാജരി. ഈ സൈഫ് അൽ ഹാജരി എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ അവരൊക്കെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഈ ഖത്തർ ഫൗണ്ടേഷന്റെ തലപ്പത്ത് അയാളെ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
അയാൾ അവിടുത്തെ നാഷണൽ ടീമിൽ ഫുട്ബോൾ കളിക്കുന്ന ആളായിരുന്നു. എന്താണ്, അവിടുത്തെ നാഷണൽ ടീമിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാൾക്ക് നീണ്ട 18 കൊല്ലത്തെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരു സമയം പോലും അയാൾ എന്ത് ചെയ്തില്ല, ഒരു മഞ്ഞ കാർഡോ റെഡ് കാർഡോ അയാൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അയാളെ ക്വാളിഫിക്കേഷനായിട്ട് അവിടുത്തെ ഷെയ്ഖ മറിയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രാജാവിന്റെ ഉമ്മ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് എന്താ നിങ്ങൾക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞു, എനിക്കിങ്ങനെ നാട്ടിൽ ഇവിടെ ഒരു ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇവിടെ വന്നിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്ന്. അപ്പൊ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ഒരു ഫുട്ബോളിലും കളിക്കുന്ന സമയത്തും അയാൾക്ക് എന്തെങ്കിലും നല്ല അഗ്രസീവായ പ്ലെയർ ആയിരുന്നു. വളരെ ഒരുപാട് മെഡലുകളൊക്കെ അവിടുന്ന് ഖത്തർ ഷെയ്ഖിന്റെ അടുത്ത് കിട്ടിയാണ്. പക്ഷെ അയാൾക്ക് ഒരു പ്രാവശ്യം പോലും കളിക്കുന്ന സമയത്ത് എന്ത് കിട്ടിയില്ല, റെഡ് കാർഡും യെല്ലോ കാർഡും ഒന്നും കിട്ടിയില്ല. അപ്പൊ കളിയിൽ പോലും കാണിക്കേണ്ട നമ്മളൊരു മാനവികതയും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളൊരു സമൂഹത്തിന് ഒരു മുഴുവൻ ആളുകൾക്കും വെളിച്ചമാവാൻ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോ കുട്ടികൾക്കും കഴിയും. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു തന്നെ എന്റെ ചുരുക്കം എന്താന്ന് ചോദിച്ചാൽ നല്ല മനുഷ്യരായി തീരുക എന്നാണ്. നല്ല മനുഷ്യരായി തീരാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം. നല്ല ജോലി കിട്ടാനോ നല്ല സാമ്പത്തിക ഇതുണ്ടാവാനൊന്നുമല്ല. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു പാരലായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല ഉയരങ്ങളിലൊക്കെ എത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളെ സഹായിക്കാനും കാര്യങ്ങൾക്കുള്ള നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങളെ സഹജീവികളോട് നല്ല കരുണയും ആർദ്രതയും സ്നേഹത്തിലും ഒക്കെ വർത്തിക്കാൻ കഴിയാന്ന് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത ക്ലാസ്സിലെ ഒരു കുട്ടി, നിങ്ങളെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന നിങ്ങളെ തൊട്ടടുത്തൊരു കുട്ടി ഉച്ചക്ക് ഊണ് കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അല്ല അവരെന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനുഷ്യനായി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾ ആ കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാലോ അത്ര നല്ല മനുഷ്യരൊന്നും ആവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ വലിയ കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുക. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല മിടുമിടുക്കരായി മാറാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ വേണ്ടത് അതിലെല്ലാ തരത്തിലുള്ള ഭൗതികമായുള്ള നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങും തരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്യും. ഈ വില്ലേജിൽ ഉള്ള ഒരു കുട്ടിയും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥ ഉള്ളത് കൊണ്ട് നിങ്ങൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ആളുകളെ ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് 100% ഓക്കെ, നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറയാണ്. കാരണം ഇന്ന് നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടുതൽ ആവേശത്തോടു കൂടി വന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥിനെ ഇന്നത്തെ ഈ നല്ല ധന്യമായ ഈ സായാഹ്നത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ വഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.